നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഇന്ന് രണ്ട് സംഭവങ്ങളാണല്ലോ പറയുന്നത്. ചെമ്പർക്കി ജംഗ്ഷൻ വികസനത്തെക്കുറിച്ചും ആലുവ റെയിൽവേ സ്റ്റേഷൻ വികസനത്തെക്കുറിച്ചും. അതിനു മുമ്പായിട്ട് 2 പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. ഒന്ന്, വെനിസുല ഇത് ഈസിയായിട്ട് റോസാച്ചിൽ നിന്ന് പൂ പറിക്കുന്ന സ്മൂത്തായിട്ട് അമേരിക്ക കാര്യം സാധിച്ചു. ഇതേ അമേരിക്കൻ ശക്തികൾ, ഇസ്രായേൽ ശക്തിയൊക്കെ ലോകശക്തികൾ ചേർന്നിട്ട് അഫ്ഗാനിസ്ഥാനിലും ഗസയിലും ഒക്കെ ശ്രമം നടത്തിയല്ലോ. എന്നിട്ട് എന്തു പറ്റി? അതാണ് ആത്മാർത്ഥ. 1000-10,000 ആളിലെ ഉള്ളൊരു ആത്മാർത്ഥ ഇതൊക്കെ. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നിട്ട് കാര്യമുണ്ടോ? അമേരിക്ക വന്നപ്പോൾ പുഷ്പം പോലെ പറിച്ചു മാറ്റി. എന്തുകൊണ്ട് ആ അനീതി നമ്മൾ അങ്ങേറ്റം എതിർക്കാണ്. മറ്റു വെള്ളപ്പള്ളിയെക്കുറിച്ച് എനിക്ക് എൻ്റെ ജനങ്ങളോട്, എൻ്റെ സമൂഹത്തോട് പറയാനുള്ളത്, കേരളത്തിൽ 2 വീഥികളുണ്ട്. ഒന്ന് വെള്ളാപ്പള്ളി, ഒന്ന് PC ജോർജ എന്ന 2 വെറും പാവങ്ങളുമാണ്. അതുകൊണ്ട് ഈ 2 പേരെ കുറിച്ചുള്ള ചർച്ച വെള്ളാപ്പള്ളി ജോർജും അല്ലാത്തൊരു ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിനീതമായ ആദ്യം. ഒരാൾ നമ്മൾ ഏറ്റവും വലിയ ശിക്ഷ എന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, ഒഴിവാക്കുക എന്നുള്ളത്. അതാണ് ഈ സമൂഹത്തിൽ മാറ്റി നിർത്തുക. അതാണ് അത്രയും വലിയ ശിക്ഷ, വേറെ ഒന്നിനുമില്ല. അതാണ് കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ പുറത്തെടുത്തത് എന്താ? അവനാ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വിടാണ്, അതാണ് ശിക്ഷ. അതുപോലെ അവരെ സമൂഹത്തിൽ നിന്ന് അകത്തി വിടണം, സമൂഹത്തിൽ ചേർക്കേക്കണം. അതാണ് അവർക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ. ഇനി അതല്ല എങ്കിൽ നല്ല ശതമാനം വരുന്ന ഈഴവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ, ഏതാണ്ട് 35-36 വർഷമായി ഇദ്ദേഹം SNDPയുടെ സ്ഥാനത്തിരിക്കുന്നത്. ഈ 36 അല്ലെങ്കിൽ 35 വർഷത്തിനുള്ളിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും നേടിയെടുത്ത സ്ഥാപനങ്ങളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വരാൻ പറയണം. കാരണം 10 വർഷമേ LDF ഗവൺമെൻറ് പടുക്കും. ക്ഷീണം ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ് ലീഗ് ഗാനം ഒക്കെ സംബന്ധിച്ച് കിട്ടിയില്ല. ഈ 10 വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം നേടിയെടുക്കാൻ സാധിക്കണം. ഇവിടെ മറ്റൊരു കാര്യം, ഞാൻ വയലാർ രവി സാറിനെ ഡൽഹിയിൽ ഒരു കാര്യം കാണാൻ പോയി. അതിന് എൻ്റെ കൂടെ അനന്തരമുണ്ട്. അപ്പോൾ ചൈനയുടെ ഏതോ ഒരു പ്രതിനിധി വന്ന് എന്തോ കാര്യം സംസാരിക്കുക ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം പറയാം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ചോദിച്ചോ, മറ്റുള്ളവർക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുത്ത് തെറ്റായി പോകുന്നത് അത് പറയരുതെന്ന് പറയും. ഞാൻ ആ വാക്ക് അങ്ങേറ്റ ഉപദേശം സ്വീകരിക്കണം. നിങ്ങൾക്ക് എന്താ വെള്ളാപ്പള്ളി കോളേജ് വേണോ, സർക്കാർ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെടാം. മറ്റുള്ളവർ കൊടുത്തു ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്നത് അതൊരു ഒഴിവുകഴിവോ അല്ലെങ്കിൽ ഒരു മാന്യതയില്ലെന്നേ. വെള്ളാപ്പള്ളി എല്ലാം അങ്ങനെ കൊടുത്തെങ്കിൽ NSSന് കൊടുത്തു പോകണ്ടേ, ക്രിസ്ത്യൻസ് കൊടുത്തില്ലേ? അത് സ്ഥാപനങ്ങളിൽ നല്ലൊരു ശതമാനം ആരുടെ കയ്യിലാണ്? വളരെ കുറച്ചല്ലേ ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായ ചില വ്യതിയാനങ്ങളുടെ ആരംഭമാണ്. അതിലേക്ക് സൂചനയാണ് വെള്ളാപ്പള്ളി നടേശ കാണാൻ സംഘപരിവാറിൻ്റെ നേതാവ് വന്നു. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം മേയർ കണ്ട് മണിക്കൂർ സംസാരിച്ചൊക്കെ. നമുക്ക് ഏതാനും ദിവസങ്ങളിൽ ചില സംഭവങ്ങൾ കാണാം, അത് കണ്ട് നിങ്ങൾ വിലയിരുത്താം. ബഹുമാന്യേ, നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ. ആലുവ പുരാതന പട്ടണമാണ്. ആലുവ മൂന്നാർ റോഡ് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ സ്റ്റേറ്റ് ഹൈവേ ആണ്. 66 മൈൽ അല്ലെങ്കിൽ 100 കിലോമീറ്ററാണ്. ആ പിന്നെ ഹൈ റേഞ്ച് മേഖലയുടെ കവാടമാണ് ആലുവ. ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് വരുന്ന യാത്രക്കാരാണ് നല്ല ശതമാനം ട്രെയിനിൽ പോകുന്നവർ, ബാക്കിയുള്ളവർ ഇല്ലെന്നല്ല. അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞു എന്നുള്ള എൻ്റെ അറിവ്. 140 വർഷം മറ്റായി റെയിൽവേ ഇന്ത്യയിൽ വന്നിട്ട്, 140-150 വർഷമാകുന്ന. അപ്പോൾ അതിന് ഏതാണ്ട് ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഈ ആലുവ എന്ന് പറയുന്നത്. അപ്പോൾ ആലുവ റെയിൽവേ ആലുവ പട്ടണത്തെ 2ആക്കി പകുത്ത് കൊണ്ടുപോകണം. ഒന്ന്, ആലുവ പട്ടണത്തിൽ പകുത്ത് പെരിയാറാണ്, പെരിയാർ നദിയാണ്. പിന്നെ റെയിൽവേ ആണ്. പെരിയാർ നദിക്ക് കുറുകെ 12ഓളം പാലങ്ങൾ മറ്റും ഉണ്ട്. പിന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിക്ക് എന്തായിട്ട് റെയിൽവേക്ക് കുറുകെ 2 ഡസനോളം പാലങ്ങളുണ്ട്. പക്ഷെ ആലുവയ്ക്കെതിരെ കുറിയുള്ള ആ 2, തെക്കേ തുരപ്പ്, വടക്കേ തുരപ്പ്, തെക്കൻ ഓർബിറ്റ്, സൗത്ത് ഓർബിറ്റ്, നോർത്ത് ഓർബിറ്റ്, അതാണ് 100 വർഷം കഴിഞ്ഞു. 100 വർഷം കൊണ്ട് എത്രയൊക്കെ വികസനം മുരടിപ്പിച്ചാലും
കുറേയൊക്കെ മാറ്റം ഓട്ടോമാറ്റിക്കായി വരും. നമ്മളുടെ സംവിധാനം ഇല്ലാതെ തന്നെ ലോകം വളരുന്നുണ്ട്, വ്യക്തി വളരുന്നുണ്ട്. അതുപോലെ വളർന്നതാണ് ആലുവ പട്ടണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആലുവയിൽ ഇപ്പോൾ 1 വേ ആക്കി 2 വേ ആക്കിയൊക്കെ ആക്കിയിട്ടും ട്രാഫിക്കിന് ഒരു തടസ്സമില്ല. പ്രത്യേകിച്ച് ഒരു 4 മുതൽ 7, 8 വരെ, രാവിലെ ഒരു 9 മുതൽ 11 വരെയൊക്കെ വളരെ തിരക്കാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓഫീസ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ ആലുവ മെട്രോയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എൻ്റെ മകൻ കാറായിട്ട് വരാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് ഞങ്ങൾ യൂണിറ്റ് ഉണ്ട് തോട്ടുമുഖത്ത്, 4 കിലോമീറ്ററേ ഉള്ളൂ. ആ 4 കിലോമീറ്റർ എടുത്ത് ആലുവ വന്ന് എനിക്ക് തിരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു മണിക്കൂർ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ യാത്ര പോലും ഒഴിവാക്കണം, ഉച്ചക്കാക്കണം യാത്ര. അത്ര റിസ്ക്കാണ്. അത് ഏക പോംവഴി ഈ 2 റെയിൽവേ ഓർബിറ്റുകൾ ROB റെയിൽവേ ഓർബിറ്റുകൾ വികസിപ്പിക്കാം, എന്നാലും പോരാ. പകരം ബാങ്ക് ജംഗ്ഷൻ ഉണ്ട്, പമ്പ് ജംഗ്ഷൻ ഉണ്ട്. പമ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആലുവയുടെ കിഴക്കത്തീരത്തെ കുന്ന് പോലെ ഒരു സ്ഥലമാണ്. ആ പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആലുവ റെയിൽവേ ക്രോസ് ചെയ്ത് ബൈപ്പാസിലേക്കോ മെട്രോ ഭാഗത്തേക്കോ ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ റെയിൽവേ ഓർബിറ്റ്, റെയിൽവേയുടെ ഫ്ലൈ അല്ലോ, റെയിൽവേ ROB വിടണം. ആ ഒരു ROB വന്നെങ്കിൽ മാത്രമേ റെയിൽവേ സ്റ്റേഷൻ്റെ ബ്ലോക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. ആലുവ പട്ടണത്തിലും ബ്ലോക്ക് പരിഹരിക്കാം. മറ്റൊന്ന്, ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഒരു 90% ആൾക്കാർ കിഴക്കൻ മേഖല വന്നുകൊണ്ടിരുന്നതാ. പക്ഷെ ആ എൻട്രൻസ് പടിഞ്ഞാറ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് എത്രയോ സമരങ്ങൾ, എത്ര ഇതൊക്കെ ചെലുത്തിയിട്ടാണ് അവസാനം കിഴക്കുന്ന എൻട്രൻസ് വെച്ച്. അത് വേണ്ടത്ര ഫലം കിട്ടിയില്ലെങ്കിലും കിഴക്കുന്ന എൻട്രൻസ് അതിപ്പോൾ വർഷങ്ങളായി, 11 വർഷമായിരുന്നു. അതുപോലെ ആലുവയ്ക്ക് ഇപ്പോൾ കിഴക്കുന്നാണ് എൻട്രൻസ് ഉള്ളത്, മെയിൻ എൻട്രൻസ്, ഒറ്റ എൻട്രൻസ് ഉള്ളൂ. അത് പടിഞ്ഞാറ് വേണം. എറണാകുളത്ത് പടിഞ്ഞാറാണെങ്കിൽ ഇവിടെ കിഴക്കുന്നാണ്, പടിഞ്ഞാറ് എൻട്രൻസ് വേണം. അപ്പോൾ പടിഞ്ഞാറ് ഒരു എൻട്രൻസ് എല്ലാ സംവിധാനവും ഉണ്ട്. പടിഞ്ഞാറ് എന്നൊരു എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ ആലുവ പട്ടണത്തിലെ ഒരു ചെറിയ ബ്ലോക്കിന് പരിഹാരമാകും. ഇതിപ്പോൾ എല്ലാവരും കറങ്ങി തിരിഞ്ഞ് റെയിൽവേയിൽ വണ്ടി അങ്ങനെ ചെയ്യണം, കിഴക്കൻ കവാടത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ സൗത്ത് ഓർബിറ്റ്, നോർത്ത് ഓർബിറ്റ്, നമ്മളതുപോലെ എറണാകുളം ചിന്താണ്ട് ആലുവയിലെ കാര്യമാണ്. ആലുവയിൽ സൗത്ത് ഓർബിറ്റും നോർത്ത് ഓർബിറ്റും എല്ലാം ആൾക്കാർ വന്നിട്ട് അവസാനം കിഴക്കൻ കവാടത്തിൽ വരും. അതാണ് തിരക്ക്. ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരമാകും. അത് തന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ ഫ്ലൈ ഓവർ ഡൽഹിയിൽ ഉണ്ടല്ലോ, 2 മെയിൻ റോഡ്, മെയിൻ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. കാശ്മീരി ഗേറ്റ്, പിന്നെ വേറെ ഗേറ്റുണ്ട്, അത് പേരും കിട്ടും. അതുപോലെ തുടങ്ങിയാൽ അതിന് ശേഷം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പായ ഭാഗത്ത്, വളമുള്ള ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു സ്പെഷ്യൽ പോലീസിൻ്റെ വയർലെസ് സെറ്റ് വേണം. എന്താണ്, മുല്ലപ്പെരിയാർ ഇവിടെ കിടക്കുന്നു. മുല്ലപ്പെരിയാറിൽ അതിന് സംവിധാനം കൊണ്ട് ഇല്ലെന്നല്ല, സംവിധാനം കൊണ്ട് അപക്വമാണെന്ന് പറയുന്നില്ലെങ്കിലും പൂർണ്ണമല്ല. അവരായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സംവിധാനവും വയർലെസ് സെറ്റ് കേട്ട് ഇവിടെ ഇരിക്കണം. വലിയൊരു കവാടമായിരിക്കും, വലിയൊരു സംരക്ഷണമായിരിക്കും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്, പടിഞ്ഞാറ് നിന്ന് ഒരു എൻട്രൻസ് വേണം. പമ്പ് കാലിൽ നിന്ന് പടിഞ്ഞാട്ട് റെയിൽവേ ബൈപ്പാസിലേക്ക് ഒരു ഫ്ലൈ ഓവർ വേണം. കഴിയുമെങ്കിൽ മറ്റ് 2 റെയിൽവേ ഓർബിറ്റും കൂടി കുറച്ചുകൂടി ഓരോ മീറ്റർ എടുത്ത് വീതി കൂട്ടുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആലുവയിൽ തിരക്ക് ഏതാണ്ട് കുറയും, പരിഹരിക്കാൻ പറ്റും. ഇനി മറ്റൊന്ന്, ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. ഒരു കാര്യം ചെയ്യാം, പണ്ട് ഇമ്പിച്ചി അവയുടെ കാലത്തോ MN ഗോവിന്ദനായരുടെ കാലത്താണ് ആലുവയിൽ വലിയ ഒട്ടിക്കോശി ഒരു റെയിൽവേ KSRTC സ്റ്റാൻഡ് ഉണ്ടായി. പക്ഷെ അത് നടുക്ക് വെള്ളം വെച്ച് ആകെ കൂടി ഇരുട്ടായിപ്പോയി. ഇപ്പോൾ ഏതായാലും അതിലെ പൊളിച്ച് കളഞ്ഞോടി ഒരു ശ്വാസം വിടുന്നുണ്ട്. അത് ചെറിയ സംവിധാനം, വൈറ്റിലെ പോലെ വലിയ സംവിധാനം ആവശ്യമില്ല. ബസ് അതിനടുത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ ബാങ്കുണ്ട്. ഞാൻ പറയാൻ, ഞാൻ 78 ഹജ്ജ് മുമ്പ് പിന്നെ പണം ഡ്രാഫ്റ്റ് എടുത്തൊക്കെ ആ യൂണിയൻ ബാങ്കിൽ നിന്നാണ്. ഒരു ചെറിയ കുന്ന് പോലെയാണ്, ചെറിയ കുന്നല്ല, വലിയ മലയാണ്. അവിടെ ഹൈവേ, അന്നത്തെ ഹൈവേ റൂട്ടാണത്. ഇപ്പോൾ ബൈപ്പാസ് ഒന്നും പോയില്ലോ. അതിനോട് മുട്ടി ഫുട്പാത്തിൽ ചേർന്ന് 4 നിലയിലോ മറ്റോ 3-4 നിലയിൽ കംപ്ലീറ്റ് ശ്വാസം വിടാത്ത കെട്ടും പണിത്. 4 നില പണിതിട്ടും എനിക്കൊരു ക്ഷീണം പറ്റി, എനിക്ക് വീഴ്ച പറ്റി, ഞാൻ ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ ഒരു സുപ്രഭാതം ഒരു ദിവസം നമ്മളത് ചെല്ലുമ്പോൾ വലിയ അനീതിയല്ലേ. അതിനെതിരെ ഞങ്ങൾ ചാലിക്കുടി പ്രതികരിച്ചു. അവിടുത്തെ MP പറഞ്ഞു, MLA പറഞ്ഞു, ആലുവ മുനിസിപ്പാലിറ്റി കൗൺസിലോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്തേ പറഞ്ഞു, ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കണം.
യൂണിയൻ ബാങ്കും പിന്നെ അത് ഗവൺമെൻറ് ഫീൽഡാണ്. ഗവൺമെൻറ് ഫീൽഡ് സ്ഥാപനമാണ് ഇത്രയും വൃത്തിയോട് ചെയ്തെങ്കിൽ പിന്നെ സാധാരണക്കാരായിട്ട് പറയാനുണ്ടോ? ഇപ്പോൾ ഇൻകം ടാക്സ് ബിൽഡിംഗ് അവിടെ, രണ്ടാമത് ഇൻകം ടാക്സ് ബിൽഡിംഗ് അവിടെ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ORS അവിടെ ബാക്കിൽ കൂടി എൻട്രൻസ്, ആ എൻട്രൻസ് ഒട്ടും വിടാതെയാണ് സ്റ്റെയർ കേസ് പറഞ്ഞത്. അത് വേണ്ടുന്ന പൊളിച്ചുകളയാൻ തയ്യാറായിട്ട് ആവശ്യം പൊളിക്കുക. ഒരു സ്റ്റെയർ കേസിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നും ബിൽഡിങ്ങൊന്നുമില്ല. എന്തുപോട്ടെ, അത് ഞാൻ ആമുഖം പറഞ്ഞുള്ളൂ. മറ്റൊന്ന്, ഇത്രയും കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പമ്പ് കവലയിൽ നിന്ന് റെയിൽവേ ക്രോസ് ചെയ്ത് ഒരു ഫ്ലൈ ഓവർ വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം ബന്ധപ്പെട്ട അധികാരികളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ എല്ലാവരും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും പഠിക്കണം. പഠിച്ച് അതിന് സംവിധാനം കണ്ടുപിടിക്കണം. ഫണ്ടില്ലെങ്കിൽ ഏർക്കൊടുക്കാൽ ഇതില്ലേ ഓപ്പറേറ്റ് BOT അതാണ് BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, BOT അടിസ്ഥാനം. ഇപ്പോൾ ഒരു വേറെ പേര് വന്നിരിക്കുക. പണ്ട് BOT ഉണ്ട്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. പണിയുക, നമ്മൾ പണം വാങ്ങിച്ചു കഴിയുമ്പോൾ വിട്ടുകൊടുക്കുക. ആ സമയത്ത് തുടങ്ങാമല്ലോ. 10-20 രൂപ കൊടുത്താലും എന്താ, ആൾക്കാർ ശ്വാസം വിട്ടാൽ പോകല്ലോ. ആ പെട്രോൾ കത്തുന്ന ആ വായു മലിനീകരണം, ഇന്ധനച്ചെലവ്, സമയലാഭം എല്ലാം വെച്ചോ ഒരു 20-30 രൂപ കൊടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യും. ഇതെല്ലാം മാർഗമുണ്ട്. ഒന്നും നമ്മുടെ സർക്കാരും സർക്കാർ ജീവനക്കാരും രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ആലുവയിൽ തന്നെ നമ്മൾ എറണാകുളത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് കോടികൾ മുടിക്കുന്നുണ്ട്. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, മറ്റ് തൃശ്ശൂരൊക്കെ പല സ്ഥലത്തും. അതിൽ കളമശ്ശേരിയിൽ നിന്ന് നമ്മൾ എറണാകുളത്ത് ട്രെയിൻ ചിറ്റൂർ വടതല കറങ്ങി അതിൽ 5-6 കിലോമീറ്റർ കൂടിയാണ് സൗത്ത് ചെല്ലുന്നത്. അത് ഞങ്ങൾ പറഞ്ഞ ആ റെയിൽവേ ലൈൻ പാരലൽ ബൈപ്പാസ്, റെയിൽവേ ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി പൊന്നൂരിയിൽ സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാലോ ട്രിവാൻഡ്രത്ത് പോകുന്ന സർവ്വ വണ്ടികൾ അതിന് പോവുക, മറ്റു വഴിക്ക് പോകുന്ന ആലപ്പുഴ പോകുന്ന വണ്ടികളെല്ലാം സൗത്ത് നോർത്ത് വഴി പോവുക. എന്തെല്ലാം സംവിധാനമാണ്. ഏക്കർ ഭൂമിയാണ് പൊന്നുത്തി കിടക്കുന്നത്. ഏക്കർ കാട് പിടിച്ച് അവിടെ കൊലപാതകം കിടക്കാണിപ്പോൾ. ഒരു കാര്യം കാണില്ല. അതിന് നമ്മൾ അതിൻ്റെ അപേക്ഷ കൊടുത്താണ് അവർ പരിഗണിക്കാതെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്നെ പുറകെ ഫോളോപ്പ് ചെയ്തില്ല, അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ 3-4 വർഷമായി അങ്ങനെ ഒരുപടി കാര്യങ്ങൾ. മറ്റൊന്ന്, അപ്പോൾ നിങ്ങൾക്ക് ആലുവയുടെ കാര്യം മനസ്സിലായല്ലോ, എന്താണ് ബുദ്ധിമുട്ടെന്നോ അതിന് പരിഹാരം എന്താണ്. ഇതുപോലെ പരിഹാരത്തെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന വേറെ ഏതൊരു സ്ഥാപനമാണ്, ഏതൊരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്? പബ്ലിക് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? ഓരോരോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൂടാ? നിങ്ങൾ നിർദ്ദേശിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വ്യക്തി പ്രാധാന്യമില്ല. വ്യക്തി പോവും, സമൂഹം നിലനിൽക്കും, രാജ്യം നിലനിൽക്കും, രാഷ്ട്രം നിലനിൽക്കും. അപ്പോൾ നിലനിൽക്കുമ്പോഴും വ്യക്തിയല്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടാകണം. അപ്പോൾ ഒരാൾ പോയാൽ അടുത്ത തലമുറ ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരു സംഭവം അതാണ്. മറ്റൊന്ന് പറയുന്നത് ചെമ്പർക്കി വികസനത്തെക്കുറിച്ചാണ്. ചെമ്പർക്കികൾക്കറിയില്ല, ആലുവ പെരുമ്പാവൂർ, ആലുവ മൂന്നാർ റോഡിൽ കൃത്യം 10 കിലോമീറ്റർ ആലുവ വരുമ്പോൾ ചെമ്പർക്കി ജംഗ്ഷന്. ഞാൻ എൻ്റെ ജന്മദേശം കൂടിയാണ് ചെമ്പർക്കി. പക്ഷേ ചെമ്പർക്കി ഷാന്നും പറയുന്നില്ല. ആ ചെമ്പർക്കിയിൽ ഇപ്പോൾ ആലുവ പെരുമ്പാവൂർ റൂട്ട് 17 കിലോമീറ്ററാണ്. ട്രാൻസ്പോർട്ട് റൂട്ടാണെങ്കിൽ 15 കിലോമീറ്റർ, 2 കിലോമീറ്റർ കൂടുതലില്ല. ഏതാണ്ട് 1 മിനിറ്റ് വെച്ചൊരു ബസ്സുണ്ട്. അതും ഒരു കാര്യം മനസ്സിലാക്കണം, ആലുവയിൽ നിന്ന് ആലുവയിലേക്ക് വരുന്ന ബസ്സെല്ലാം ഹൈ റേഞ്ചിൻ്റെ വെൽമൗത്താണ്, കവാടമാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ആലുവ ഹൈ റേഞ്ച് വരുന്ന ബസ്സുകൾ ചെമ്പർക്കി ജംഗ്ഷനിൽ നിന്ന് കാക്കാട്ട് പോകുന്ന വെൽമൗത്താണ്, കവാടമാണ്. പണ്ടൊക്കെ ആലുവ ഹൈ റേഞ്ച് ബസ്സൊക്കെ ആലുവയിൽ വന്ന് ആലുവയിൽ നിന്ന് ചൂണ്ടിയത് പിന്നെ പുക്കാട്ടോടേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പി കുയ്യാക്കോശം PPK ഒരു എക്സ്പ്രസ് സർവീസ് തുടങ്ങി. ഒറ്റ ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ, ഇപ്പോൾ 2 ഗ്ലാസ്സല്ല. അത് വേലായിരുന്ന ഒരു ശകരൻ്റെ ഡ്രൈവർ, അയാൾ ഹോണൊക്കെ അടിച്ച് വണ്ടി തന്നെയാണ്, സാധനം കൈ അടിക്കല പേടിക്കോട്ട്. അത്ര സ്പീഡിൽ അത് അത്ര ഒരു സ്റ്റാൻഡേർഡിലാണ് ആ വണ്ടി. ആലുവ എറണാകുളം റൂട്ട് നാഷണലൈസേഷൻ നടത്തിയപ്പോൾ, ദേശസാലം നടത്തിയപ്പോൾ ആലുവ നാഷണൽ ഹൈവേ വഴി എറണാകുളത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ബസ് അവരെന്ത് ചെയ്ത് ആലുവയിൽ വരണം. ആലുവയിൽ നിന്ന് തിരിച്ച് 4-5 കിലോമീറ്റർ കറങ്ങി ചൂണ്ടിക്കുന്ന പിന്നെ പുക്കാട്ടിരിക്കുന്ന തിരിച്ചു പോകണം. അപ്പോൾ ഏതാണ്ട് 5-10 കിലോമീറ്റർ കൂടുതൽ ഓടണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു റിപ്പോർട്ട് വന്നു, ഒരു വാർത്ത വന്നു. ഇങ്ങനെയുള്ള ബസ്സുകളെല്ലാം ചെമ്പർക്കിൽ നിന്ന് തിരിഞ്ഞ് പുക്കാട്ടുപടി നേരെ കളക്ട്രേറ്റിലേക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന്.
ആവശ്യക്കാരൻ ഔചിത്യമില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആവശ്യമാണ് സൃഷ്ടിമാധവം പോലെ PP ആൻഡ് സൺസ് ഞങ്ങളൊക്കെയാണ് സ്വാധീനമുള്ളതാണുള്ളത്. അവർ ഈ വാർത്ത കാണുമ്പോൾ അവർക്കത് ശരിക്കും സ്ട്രെയിൻ ചെയ്ത് ശരിക്കും മനസ്സിലായി ശരിയാണുള്ളത്, നമ്മുടെ 15 കിലോമീറ്റർ ഓട്ടം കുറക്കാമല്ലോ. അവർ കൂടി മുൻകൈ എടുത്തിട്ട് അവിടെ നിന്ന് എറണാകുളത്ത് പോകുന്ന എന്ന് വെയിറ്റ് ചെയ്യുന്നില്ല, എറണാകുളത്ത് പോകുന്ന എല്ലാ ബസ്സിലും ബുക്കായിട്ട് പോയി ഇങ്ങനെ നേരിട്ട് പോകാൻ ഓർഡർ കൊടുത്ത് അങ്ങനെ വന്നു. ആ ചെമ്പ്രയ്ക്ക് ജംഗ്ഷൻ അപ്പോൾ പ്രാധാന്യം പറ്റില്ല. ആ ചെമ്പ്രയ്ക്ക് ജംഗ്ഷൻ വർഷങ്ങളായിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞ വേറെ കാര്യമുണ്ട്, ആലുവ പെരുമ്പാവൂർ റൂട്ട് നാലൂരി പാതയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുണ്ട് 25 വർഷം മുമ്പ് ചെമ്പർക്കിയിൽ വലിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ റഹീമൊക്കെ നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ PK റഹീമൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത്, അത് MLA ആണ് ഉദ്ഘാടനം ചെയ്ത് വലിയ പരിപാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തിരക്ക് പിടിച്ച ഒരു 4 റോഡാണ് ആലുവ പെരുമ്പോർ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരു 80-ന് മുൻപ് ആലുവ എറണാകുളം റൂട്ട് എങ്ങനെയാണ്, ഇന്നലെ അപകടമാണ്, ഈ ഓവർടേക്ക് വരുന്നുണ്ട്. ആ അവസ്ഥയാണ് ഇപ്പോൾ ആലുവ പെരുമ്പോർ റൂട്ട്. അത് ഉണ്ടാക്കണമെന്ന് വെച്ച് സമയം ചെയ്തിട്ട് ചില തീരുമാനം വന്നാണ്, പക്ഷെ അത് പെൻഡിങ് കിടക്കുകയാണ്. പക്ഷേ അത്ര തിരക്ക് പിടിച്ചാണ് ഒരു ചെമ്പർക്കി എന്ന് പറയുന്നത്. ആ ചെമ്പർക്കി ജംഗ്ഷൻ വികസിപ്പിക്കണം. അപ്പോൾ വികസിപ്പിക്കുമ്പോൾ ഒരു വശത്തിൽ കുരിശുണ്ട്, ഒരു വശത്ത് ചെറിയൊരു തൈക്കാവുണ്ട്. അതൊന്നും വിഷയമല്ല, അതൊക്കെ മാറി മാറി ചെയ്യണം, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ വികസിപ്പിക്കുകയും പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് PVIP വന്ന് എനിക്ക് തോന്നുന്നു 57 EMS ഗവൺമെൻറ് കാലത്താണ് ഇത് ഓർമ്മ. അന്ന് 6 കോടി മുടിക്കാൻ തുടങ്ങിയത്. 57 56 57 58 പറ്റാണ്, 62 മുൻപാണ്, 60 കാലഘട്ടത്താണ് അത് വന്നത്. അത് പൂർത്തിയായത് 65-ലാണ്. അപ്പം പിന്നെ 60 എടുത്താൽ തന്നെ എത്ര 65 വർഷം കഴിഞ്ഞു. 65 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ കൺസ്ട്രക്ഷൻ നല്ലതായതുകൊണ്ട് യാതൊരു കുഴപ്പവും പാലത്തില്ല. പാലം താഴ്ന്നു കിടക്കാണ്. മറ്റേ റോഡ് 50 വർഷം താഴെ റോഡ് പൊങ്ങുമല്ലോ. ആ പാലം ഉയർത്തി വീതി കൂട്ടി ചെമ്പർക്കി ജംഗ്ഷൻ വികസിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഇതിനേക്കാൾക്ക് വളരെ ചെറിയൊരു ജംഗ്ഷനാണ് വേലുനായർ പീടികയുണ്ട്. അത് വേലുനായർ എന്ന് പറഞ്ഞ നായർ കടയുണ്ട് അവിടെ. അത് വളരെ ഫേമസ് ആണ്. അന്ന് വലിയൊരു കട അറിയപ്പെടുന്നത്. അത് ബസ് സ്റ്റോപ്പ് കൂടിയാണ്, പോഞ്ഞാച്ചി എന്ന് പറയും. അവിടെ ഇതുപോലെ പാലം തോട് ക്രോസ് ചെയ്ത് കനാൽ ക്രോസ് ചെയ്ത് പാലമുണ്ട്. അതൊക്കെ ഏതാണ്ട് 10-12 വർഷം മുമ്പ് വീതി കൂട്ടി, ഇരട്ടി വീതി കൂട്ടി. അതൊക്കെ ചെറിയൊരു ബൈ റോഡാണ്. നാട്ടുകാർ ശ്രമിക്കണ്ടേ, രാഷ്ട്രീയക്കാർ ശ്രമിക്കണ്ടേ, പൊതുജനങ്ങൾ ശ്രമിക്കണ്ടേ, സർക്കാർ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ എന്നാടോ നാട്ടുകാരോടും സർക്കാരോടും രാഷ്ട്രീയക്കാരോടും ചോദിക്കാൻ? നിങ്ങൾക്ക് എന്താണ് പണി? നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് കൊണ്ടെടുക്കുന്നത്? ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വല്ല ചിന്തയുണ്ടോ? MLA ആണ്, MP ആകണം, പഞ്ചായത്ത് മെമ്പറാകണം, പ്രസിഡന്റ് ആകണം, അതിനുവേണ്ടി കോടികൾ മുടക്കും. നാടിന് വേണ്ടി 10 പൈസ മുടക്കില്ല. കള്ള കഴിവേറമാണ്. എന്തിനാണ് നിങ്ങൾ വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കൗൺസിൽ? ഈ ജില്ലാ കൗൺസിലും ബ്ലോക്ക് കൗൺസിലും തന്നെ തട്ടിപ്പാണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയതാണ്. കാരണം ഇവിടെ പഞ്ചായത്തുണ്ട്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഉണ്ട്, പിന്നെ ജില്ലാ കളക്ടർ, ജില്ലയുണ്ട്, പിന്നെ സ്റ്റേറ്റ് ഉണ്ട്. അതിനിടയിൽ ഒരു ബ്ലോക്ക് കൗൺസിലിന് ആവശ്യമുണ്ട്, ഒരു ജില്ലാ കൗൺസിലിന് ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി കാറും പ്രതാപമായിട്ട് കോടികൾ കൈകാര്യം ചെയ്ത് പോവാണ്. കാരണം 80 ലക്ഷം കൊടുത്ത് ജില്ലാ കൗൺസിൽ സീറ്റ് വാങ്ങിയത് പോലെ അത് പ്രചരണമായതും കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് 80 ലക്ഷം 10 ലക്ഷം കൊടുത്ത് സീറ്റ് വാങ്ങിയെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? പലരും അത് വടക്കേ ഇന്ത്യയിൽ വലിയ വലിയ സംസ്ഥാനങ്ങളാണ്. കേരളത്തിന് 10-20 ഇരട്ടിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ പഞ്ചായത്തുകൾ എത്തിപ്പെടാമെങ്കിൽ അവിടെ വേണമെങ്കിൽ ഇതുപോലെ ഒരു ബ്ലോക്കും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പോലെയൊക്കെ തുടങ്ങാൻ വേണമെങ്കിൽ, അതും ആവശ്യമില്ലെങ്കിലും പറയാണ്. അങ്ങനെ വലിപ്പം കൂടാണെങ്കിൽ പഞ്ചായത്ത് എണ്ണം കൂട്ടിയാൽ പോരെ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതെന്താണ് അനാവശ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് കേരളയുടെ എത്ര കോടി രൂപയാണ് ഈ ജില്ലാ പഞ്ചായത്ത് വേണ്ടി ചിലവാക്കുന്നത് സുഖിച്ച് ജീവിക്കാൻ? ശമ്പളം, കിമ്പളം, കാറ്, പ്രതാപം, സ്റ്റാഫ് എല്ലാം കൂടി എത്ര കോടി പോകുന്നു? ആ കോടി ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു കൊടുത്താൽ. ഇപ്പം അധികാരം വികേന്ദ്രീകരിച്ചിരിക്കുകയാണല്ലോ, വികേന്ദ്രീകരിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ വന്നത്. എന്നിട്ട് ഇപ്പോഴും അധികാരം വികേന്ദ്രീകരിച്ചില്ല, ആൾക്കാർ വികേന്ദ്രീകരിച്ചെങ്കിലും ആൾക്കാർ പണം കിട്ടും, അധികാരം മാറിയിട്ടില്ല. അങ്ങനെ എന്തിനാണ് ആവശ്യം? എന്താ അവൻ്റെ ആവശ്യം? പഞ്ചായത്ത് കൗൺസിലിന് ജില്ലാ കൗൺസിൽ ആവശ്യമുണ്ട്, ജില്ലാ പഞ്ചായത്തിന് ബ്ലോക്ക് കൗൺസിൽ ആവശ്യമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ചിന്തിക്കുക. എത്ര കോടി രൂപയാണ് അനാവശ്യം ചെലവുന്നത്? അത് വേറെ കാര്യം. ഞാനിപ്പോൾ എൻ്റെ വിഷയം ഇപ്പോൾ അതല്ല, ചെമ്പറയ്ക്ക് വികസനം. അങ്ങനെ വരുമ്പോൾ ചെമ്പറയ്ക്ക് വികസിപ്പിക്കുക,
അവിടെ പാലം പണിതു. വേലുനായരുടെ വീട്ടിൽ പാലം വീതി കൂട്ടി. നിങ്ങൾക്ക് പോഞ്ഞാശ്ശേരിയിലെ പിന്നെ രാഷ്ട്രീയക്കാരെ, ചെമ്പറിക്കലെ രാഷ്ട്രീയക്കാരെ നിങ്ങളത് മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രയാസം? നടക്കുക. ചെമ്പറിക്ക് നിന്ന് മുക്കാട്ടിലേക്ക് പോകുന്ന റോഡിൽ കനാല് പാലം ഒന്ന് ഉയർത്തി വീതി കൂട്ടി പണിയാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്താണല്ലോ സാമാൻ താഴെ പോകും. ഞാൻ അവിടുത്തെ രാഷ്ട്രീയക്കാരോട് ചോദിക്കണത്, സാധാരണ പൊതുജനങ്ങളോട് ചോദിക്കില്ല. പാവങ്ങൾ, അവർക്ക് എല്ലാ നിയമവും അറിയില്ലല്ലോ. അവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇടതു വലത് മുന്നണി രാഷ്ട്രീയക്കാർ, BJP രാഷ്ട്രീയക്കാർ, ലീഗ് രാഷ്ട്രീയക്കാരല്ലേ, എന്താ നിങ്ങൾക്ക് എന്താണ് പോഞ്ഞാശ്ശേരി എന്ന് പറഞ്ഞാൽ അവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് പോഞ്ഞാശ്ശേരി വേലുനായരുടെ പീടികയിൽ ഈ കനാല് പാലം ഒരേ കാലഘട്ടത്തിൽ ഉണ്ടാക്കുക. കനാല് പാലം ഇപ്പോൾ 10-15 വർഷം മുമ്പ് എൻ്റെ സ്നേഹിതൻ അഹമ്മദിയാണ് അതൊരു കോൺട്രാക്ട് എടുത്തത്. ഇരട്ടി വീതി കൂട്ടി. അതിൽ ബസ് സർവീസുള്ള അല്ല, വെറും യാത്രക്കാർ പോകുന്ന, കാറ് പോകുന്ന, ലോറി പോകുന്ന വഴിയുള്ളൂ. ഇത് നിരന്തരം എത്രയോ ബസ്സുകൾ പോകുന്ന റൂട്ടാണ് ചെമ്പറിക്ക് മുക്കാട്ടുപടി. ഇപ്പോൾ റോഡ് വീതി കൂട്ടി. 2020 ശ്രമമായിട്ട് മറ്റെല്ലാം ചെയ്ത് വീതി കൂട്ടി. ഇപ്പോൾ വലിയ അപകടമാണ് നടക്കുന്നതോടെ. നല്ല വീതി കൂട്ടി, നല്ല സ്പീഡിൽ വണ്ടി പോവാണ്. ഒരു ആലുവ പെരുമ്പാറ റൂട്ട് തിരക്കാരും പല വണ്ടി ഇതിൽ പോകുന്ന എറണാകുളത്ത് പോകുന്നത്. അങ്ങനെ അപകടമുണ്ട്. ഞാൻ ചെമ്പറിക്ക് ഭാഗത്ത് രാഷ്ട്രീയക്കാരോട് ചോദിക്കുകയാണ്, വെല്ലുവിളിക്കല്ല, ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പണി? നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുന്നത്? എത്ര വർഷമായി പഞ്ചായത്ത് ഭരിക്കുന്നത്? എത്ര കോടി രൂപ തന്നെ ഒഴുകി? എന്നിട്ട് എന്ത് ചെമ്പറിക്ക് ജംഗ്ഷൻ ഒന്ന് വികസിപ്പിക്കാത്തത്? ആരാണ് എതിര് നിൽക്കുന്നത്? അവിടെയാണ് കള്ളം കപ്പിൽ തന്നെ വന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ കലൂരിൽ നിന്ന് എളമക്കൽ റോഡ് നടക്കാൻ പോലും പറ്റില്ല. ആ റോഡൊന്ന് വീതി കൂട്ടാൻ പറഞ്ഞാൽ പണ്ട് അവിടുത്തെ കച്ചവടക്കാരെതിരായത്. ഇപ്പം കച്ചവടക്കാർ പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം തയ്യാറാണ്, നിങ്ങൾ തുടങ്ങിക്കുമെന്നാണ്. അത് സംഭവിക്കണ്ടോ? അത് പറയുമ്പോൾ നമ്മുടെ വിനോദ MLA ഉണ്ടല്ലോ, ഈ വിനോദ MLAക്കും പിന്നെ എന്താണ് നമ്മുടെ IBയുടെ MP എന്താണ് പണി? ഞാൻ കാണുന്നുണ്ട്. ഓയിൽ കോർപ്പറേഷൻ നിന്ന് കുറേ പൈസ വാങ്ങിയിട്ട് അവർ സ്പോൺസർ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനമായിട്ട് സഹകരിച്ചിട്ട് നോട്ടീസ് വയ്ക്കുക, കഞ്ഞി കൊടുക്കുക, പിള്ളേരെ കൊടുക്കുക, അങ്ങനെ കുറേ ഫ്ലെക്സ് മയമല്ലാതെ. എൻ്റെ വിനോദ് സാറേ, നിങ്ങൾ കാലം തീരാമുള്ളൂ. നിങ്ങൾ ഈ 5 വർഷം കൊണ്ട് അറിയപ്പെടുന്ന ഏതെങ്കിലും ബഡ്ജറ്റ്, ഒരു പദ്ധതി എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? ഏതൊരു പദ്ധതി പറയും? 5 വർഷമായല്ലോ. ഒരു പദ്ധതി പറയൂ. അല്ല കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഇത് ഉദ്ഘാടനം ചെയ്തു, അതല്ല ചെയ്യുന്നത്. ഒരു പദ്ധതി. ഇപ്പോൾ കരുണാകരൻജിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ എന്തെല്ലാം ഉണ്ടായി. അതുപോലെ പിണറായി ചോദിക്കുമ്പോഴും എന്ത് പദ്ധതിയാണ് കാര്യമായിട്ട് അറിയപ്പെടുന്നത്? ഇപ്പോൾ വയനാട് തുരങ്കം ഉണ്ടെങ്കിൽ അതൊക്കെ കാര്യമില്ല. ഫോർട്ട് കൊച്ചിയിലേക്ക് പഠനം, അതൊക്കെ കാര്യം, അങ്ങനെയൊക്കെ കേട്ട് എന്തുകൊണ്ട് അത് സ്റ്റേറ്റ് ലെവലിൽ അതിൽ ഒരു നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ വിനോദ് സാർ, ഞാൻ ആരും ഇഷ്ടക്കുറവുപോലെ ഞങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ AP വർക്കിയെ പോലെ ഒരു ജനകീയനാണ് വിനോദ് സാറ്. യാതൊരു അഹങ്കാരമൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യ. പക്ഷെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുന്നത്, സ്നേഹത്തെ പേരിൽ പണങ്ങാൻ പറ്റില്ല. ഈ 5 വർഷത്തിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയുടെ പേര് പറയും സാർ. അറിയപ്പെടുന്ന പദ്ധതി നിങ്ങൾ എറണാകുളം മണ്ഡലം ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ IB സാർ 2ാമത്തെ ടേമാണല്ലോ ഇപ്പോൾ, 2ാമത്തെ എൻ്റെ ഓർമ്മയാണ്, 2ാമത്തെ ടേമിൽ അറിയപ്പെടുന്ന പദ്ധതി പറയൂ എറണാകുളത്ത് നടത്തി. നിങ്ങൾ നടത്തിയിട്ടുണ്ട് മറൈൻ ഡ്രൈവിൽ ഒരു വാക്ക് വേ. അതൊക്കെ അത്ര മോശമൊന്നുമില്ല, അതൊക്കെ തെറ്റുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിനോദ് സാറിൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ മണ്ഡലത്തിൽ, എറണാകുളം നിയോജകമണ്ഡലത്തിൽ അറിയപ്പെടുന്നുണ്ടാക്കിയിട്ടോ ആ റോഡൊക്കെ ഒന്ന് വികസിപ്പിക്കണ്ടേ? അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. നമ്മുടെ വിഷയം വീണ്ടും ചെമ്പറിക്കിലേക്ക് വരാണ്. അപ്പോൾ ചെമ്പറിക്കിയിലെ ജംഗ്ഷൻ വികസനവും ആ കനാല് പാലത്തിന് ഉയർത്തി വീതി കൂട്ടിയ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ തിരക്കിനിടയിലും മൊയ്തീൻ ഷാ പോലുള്ളവർക്ക് ഇടപെടി വരും. മൊയ്തീൻ ഷാ പോലും ഇടപെടുമ്പോൾ അസൂയപ്പെട്ടുകൊണ്ട് വഴക്കുണ്ടായിട്ട് കാര്യമില്ല. അത് പറയാൻ കാരണം, കാലടി പാലം കേടായപ്പോൾ കാലടി അങ്കമാലി എന്ന് പറഞ്ഞത് MC റോഡ്, മെയിൻ സെൻട്രൽ റോഡ്, അങ്കമാലി കിളിമാനൂർ വഴി തോന്നും MC റോഡ് മെയിൻ റോഡാണ്. ആ റോഡ് ഇപ്പോൾ അങ്കമാലി തൊടുവര് ഏതാണ്ട് 4 വരി പോലെ സിഗ്നൽ മീഡിയൻ അല്ലെങ്കിൽ 4 വരി പോലെ വീതി കൂട്ടി അപകടം കൂടിയിട്ട് അങ്ങനെ വന്നത് കാലിപ്പാലം അപകടമായപ്പോൾ സാധാരണഗതിയിൽ ആ വരുന്ന വണ്ടികളെല്ലാം പെരുമ്പാവൂന്ന് തിരിഞ്ഞ് മാറമ്പള്ളി വടക്കേ വാഴക്കളം വഴി ആലു ചെന്ന് മാത്തട പാലം കഴിഞ്ഞ് മംഗലപ്പുഴ പാലം കഴിഞ്ഞുകൊണ്ട് അങ്കമാലിക്ക് അടുക്കാൻ 10-20 കിലോമീറ്റർ ഉള്ളിൽ ഓടണം. എപ്പോഴും ബ്ലോക്കായിരിക്കും. ഇത് ഞങ്ങൾ ഇടപെട്ട് അന്തസ്സായിട്ട് ഞങ്ങൾക്ക് പറയാം. അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അങ്കമാലിയിൽ നിന്ന് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് അങ്കമാലിക്ക് ഒരു പാലം പണിത്, പെരിയാറിന് കുറുകെ പാലം പണിത് ആ റോഡ് വികസിപ്പിക്കണമെന്ന് പറഞ്ഞ് നടത്തിയതിൻ്റെ ഫലമായിട്ട് നബാദിൽ നിന്ന് 18 കോടി അനുവദിച്ച് ആദ്യമായിട്ട് കോർപ്പറേഷൻ GCDയെ 10-20 ലക്ഷം അനുവദിച്ച് ജങ്കാർ വെച്ച് അത് കഴിഞ്ഞ് പാലം ഉണ്ടാക്കി, നല്ലൊരു പാലം ഉണ്ടായി.
ആ പാലം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഈ വരുന്ന വാഹനങ്ങൾ ആ പാലം വഴിയാണ് നേരെ അങ്കമാലി കിടന്നു പോയത്. അതിന് ആലുവ അറിഞ്ഞില്ല. മാസങ്ങളോളം ബ്ലോക്കായി നിന്ന ആ വഴിയുടെ ബുദ്ധിമുട്ട് ആലുവക്കാരോ ആലുവ മാത്രം പാലോ മംഗലപ്പുഴ പാലക്കാർ അറിഞ്ഞില്ല, വണ്ടിക്കാർ അറിഞ്ഞില്ല. അതൊക്കെ ശ്രമിച്ചത് മെയിൻ കക്ഷി മൊയ്തീൻ ഷാണ്. വി ആർ കൃഷ്ണയ്യ സാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ മറ്റ് യോഗങ്ങൾ വരെ ഇടയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ അവിടെ ചൊന്ന് ഓടി എത്തി തലകാൻ പറഞ്ഞ് ചെയ്തൊക്കെയാണ്. ഒരുപടി പാടുപെട്ട് ലക്ഷങ്ങൾ മോടിക്ക് തന്നെയാണ്. ആ പദ്ധതിയെല്ലാം കളക്ടർ ഡെവലപ്മെൻറ്റ് ഇത് കൂടുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രചരണത്തിന് നോട്ടീസൊക്കെ അവർ കാണിക്കും. ഞങ്ങൾ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് അത് മാത്രമേ പലതും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ അഹങ്കാരം അല്ലെങ്കിൽ എൻ്റെ പേര് വരാൻ വേണ്ടി എനിക്ക് എന്ത് പേര്, 27 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇനി എന്ത് പേര്? എനിക്ക് ഭക്ഷണം പോലും ആവശ്യമില്ല, പണം അല്ലെങ്കിൽ സുഖം പോലും ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഉണ്ടായത് കാലം ഉണ്ടായത്, അത് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേരുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഇസ് ഗ്രേസ്. നാം ഇത് നേടി എന്നല്ല, നാം ഇത് കൊടുത്തു എന്നാണ്. ഇവർ എന്ത് സംഭവിച്ചാൽ എനിക്ക് നേട്ടമുണ്ട് അതാ നോക്കുക. അങ്ങനെയല്ല, നാം ഇത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തു പറയാം. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ കാര്യം ഇടപെട്ടാൽ അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് നേട്ടം ഉണ്ടാവും. ചില കേസിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. ചില കേസിൽ ഞാൻ പറയുന്നില്ല, സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റില്ല, ജനനന്മക്ക് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യം എത്രയും പെട്ടെന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഇല്ലെങ്കിൽ കുടുംബം നോക്കി, ഗോത്രം നോക്കി, തറവാട് നോക്കി, ജാതി നോക്കി, മതം നോക്കി, രാഷ്ട്രീയം നോക്കി, എല്ലാ കൂടാണ്ട് കോപ്പൾ നോക്കിയിട്ട് അയ്യോ അത് പറ്റില്ല, അത് ആൾക്ക് പറ്റും, ഇയാൾക്ക് പറ്റും, അങ്ങനെ മുഖം നോക്കി ചെയ്യാതെ നിങ്ങൾ ഇരുന്നാൽ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും നീതിക്കെതിരാണെങ്കിൽ എതിർത്ത് നിർത്തുന്ന മൊയ്തീൻ ഷാ ഗ്രൂപ്പും അതിൽ ഇടപെടും. അപ്പോൾ സമയമില്ലാത്ത ഞങ്ങൾക്ക് അതിനൊരു അവസരം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. ആ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്കൊരായി നന്ദി. ജയ് ഹിന്ദ്.